ഈ വീഡിയോയിൽ എ പിയുടെ ഫസ്റ്റ് ടേമിന് എ അല്ലെങ്കിൽ A1 എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 ആൻഡ് 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. അതായത് 100നും 1000നും ഇടയ്ക്കുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസ്, അവയുടെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ 100ഉം 1000ഉം എടുക്കില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ എ ഇസ് ഈക്വൽ ടു 100 കഴിഞ്ഞാൽ പിന്നെ 5ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത് 105 ആണ്. എ ഈക്വൽ ടു 105. അതുപോലെ നമ്മുടെ ലാസ്റ്റ് നമ്പർ നമുക്കറിയാം, അത് AN ആയിട്ട് എടുക്കാം. 1000 എടുക്കില്ല, അപ്പോൾ പിന്നെ 995. നമുക്ക് ANൻ്റെ ഇക്വേഷൻ അറിയാം. AN ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ 5 വെച്ചാണ് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 995 ഈസ് ഈക്വൽ ടു 105 പ്ലസ് n-1 ഇൻറ്റു 5. ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും. 995 മൈനസ് 105 ചെയ്യാം. 890 ഈക്വൽ ടു n-1 ഇൻറ്റു 5. ഇവിടെ 5 മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. 890 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു n-1. ഇത് ചെയ്യുമ്പോൾ 178 കിട്ടും. അപ്പോൾ 178 ഈക്വൽ ടു n-1. അപ്പോൾ n ഈക്വൽ ടു 178 പ്ലസ് 1 179. ഇപ്പോൾ നമുക്ക് n കിട്ടി. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാം. SN കണ്ടെത്താൻ 2 ഇക്വേഷനാണുള്ളത്. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി, അല്ലെങ്കിൽ SN ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് AN. ഞാനിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. S179 ഈസ് ഈക്വൽ ടു 179 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 105 പ്ലസ് 995 ഈക്വൽ ടു 179 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1100. ഇത് ചെയ്ത് കഴിയുമ്പോൾ 98450 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഹൗ മെനി ടേംസ് ഓഫ് AP -6, -11/2, -5 etc. are needed to give sum -25. അപ്പോൾ നമുക്കൊരു AP തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ടേംസിൻ്റെ സം എടുക്കുമ്പോഴാണ് -25 കിട്ടുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് SN തന്നിട്ടുണ്ട്. SN ഈക്വൽ ടു -25. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ് അറിയാത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു -6. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതിന് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. -11/2 -6. അടുത്തടുത്ത് 2 മൈനസ് വന്നാൽ അത് പ്ലസ് ആകും. അപ്പോൾ -11/2 പ്ലസ് 6. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഞാനൊരു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ചെയ്യുകയാണ്. അപ്പോൾ -11/2 പ്ലസ് 12/2. ഡിനോമിനേറ്റർ സെയിം ആയി. ആഡ് ചെയ്യാം. -11 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ +1 ആണ്. 1/2. 1/2 ആണ് കോമൺ ഡിഫറൻസ്. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. -25 ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു a -6 ആണ്. അപ്പോൾ 2 ഇൻറ്റു a -12 പ്ലസ് n-1 ഇൻറ്റു 1/2. ഈ 2 ഇവിടെ ഡിവിഷൻ ആണല്ലോ. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. -25 ഇൻറ്റു 2 -50 ഈസ് ഈക്വൽ ടു n ഇൻറ്റു -12 പ്ലസ് n-1 ഇൻറ്റു 1/2. ഈ n നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -50 ഈസ് ഈക്വൽ ടു -12n പ്ലസ് 1/2n ഇൻറ്റു n-1 എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ -50 ഈസ് ഈക്വൽ ടു -12n പ്ലസ് 1/2n ഇൻറ്റു n 1/2n സ്ക്വയർ മൈനസ് 1/2n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1/2n. നമുക്കിവിടെ ഒരു ഡിനോമിനേറ്റർ ഉള്ളത് കാരണം ഞാൻ ഇതിനും ഒരു മുകളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇത് ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്തിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ -50 ഈസ് ഈക്വൽ ടു -12 ഇൻറ്റു 2 24n ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/2n സ്ക്വയർ മൈനസ് 1/2n. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. അപ്പോൾ എനിക്കത് ഒരുമിച്ച് എഴുതാം. -50 ഈസ് ഈക്വൽ ടു -24n പ്ലസ് n സ്ക്വയർ മൈനസ് n. 1n സ്ക്വയറിനെ ഞാൻ n സ്ക്വയർ എഴുതി.
-1n ഞാൻ -n എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 2. 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. -50 × 2 -100 is equal to -24n plus n square minus n. -24n minus n എന്ന് പറഞ്ഞാൽ -25n ആണ്. ഇനി ഇതിനെ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കുകയാണ്. അപ്പോൾ -100 is equal to n square minus 25n. ഈ 100നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 0 is equal to n square minus 25n plus 100 എന്ന് കിട്ടും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. n square minus 25n plus 100 equal to 0. ഇത് സോൾവ് ചെയ്യാൻ ഞാനിപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. രണ്ട് നമ്പർ കണ്ടെത്തണം, അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -25 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടണം. -20 -5 ആണ്. -20 + -5 -25 -20 × -5 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇംപ്ലൈസ് n square minus 20n minus 5n plus 100 equal to 0. നമുക്കിതിനെ രണ്ട് ഗ്രൂപ്പാക്കാം. ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? n കോമൺ ആയിട്ട് എടുക്കാം. n ഇൻറ്റു ബാക്കിയുള്ളത് n - 20. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് -5 കോമൺ ആയിട്ട് എടുത്താൽ n, ബാക്കി 100 ഡിവൈഡഡ് ബൈ -5 ചെയ്താൽ -20 കിട്ടും, ഈക്വൽ ടു 0. ഇവിടെ രണ്ടും സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൈനസ് ഉൾപ്പെടെ കോമൺ ആയിട്ട് എടുത്തത്. ഇനി സെയിം ആയിട്ട് കിട്ടിയത് ഒരു തവണ എഴുതുക, n - 20, ബാക്കി പുറത്ത് വന്നത് ഒരു തവണ എഴുതുക, n - 5 ഈക്വൽ ടു 0. ഓരോന്നും സെപ്പറേറ്റ് സോൾവ് ചെയ്യാം. n - 20 ഈക്വൽ ടു 0, അപ്പോൾ n ഈക്വൽ ടു 20 ഒരു ആൻസർ കിട്ടി. അതുപോലെ n - 5 ഈക്വൽ ടു 0, അപ്പോൾ n ഈക്വൽ ടു 5 മറ്റൊരു ആൻസറും കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ക്യാൻ ബി 5 or 20. Find the sum to n terms of an AP with kth term equal to 5k plus 1. അതായത് ഒരു എ പിയുടെ kth ടേം എന്ന് പറഞ്ഞാൽ 5k plus 1 ആണെങ്കിൽ ആദ്യത്തെ n ടേംസിൻ്റെ സം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം kth ടേം എന്ന് പറയുന്നത് ak ആണ്. ak ഈക്വൽ ടു 5k plus 1. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടെത്താം? a1 is equal to 5 into 1 5 തന്നെ plus 1 equal to 6. സെക്കൻഡ് ടേം a2 is equal to 5 into 2 10 plus 1 equal to 11. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടെത്താം. d is equal to 11 minus 6 equal to 5. ഇനി n ടേംസിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? Sn is equal to n/2 into 2a plus n minus 1 into d. n എത്രയാണെന്ന് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് n ആയിട്ട് തന്നെ എഴുതാം. 2 ഇൻറ്റു എക്ക് പകരം 6, അപ്പോൾ 2 ഇൻറ്റു 6 12 പ്ലസ് n - 1 ഇൻറ്റു ഡിക്ക് പകരം 5 ഈക്വൽ ടു n/2 ഇൻറ്റു 12 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു 1 5 ഈക്വൽ ടു n/2 ഇൻറ്റു 12 - 5 7 പ്ലസ് 5n. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ Sn ഈക്വൽ ടു n/2 into 5n plus 7. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എ പി ഇഫ് mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m, m നോട്ട് ഈക്വൽ ടു n, ഫൈൻഡ് ദ m plus nth ടേം. അതായത് ഒരു എ പിയുടെ mth ടേം am എന്ന് പറയുന്നത് n ആണ്. amനെ എങ്ങനെ എഴുതാം? a plus m - 1 into d എന്ന് എഴുതാലോ. അപ്പോൾ a plus m - 1 into d ഈക്വൽ ടു n. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ nth ടേം ഈക്വൽ ടു m, അപ്പോൾ a plus n - 1 into d ഈക്വൽ ടു m, ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇക്വേഷൻ 1 - 2 ചെയ്യാം, അല്ലെങ്കിൽ 2 - 1 ആണെങ്കിലും മതി. ഞാനിവിടെ 1 - 2 ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? ആദ്യം ഈക്വൽ സിമ്പിൾ ഇടാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാം മൈനസ് ചെയ്യാം. a - a 0, അത് ഞാൻ എഴുതുന്നില്ല. ഇവിടെ പിന്നെ എന്താണുള്ളത്? m - 1 into d മൈനസ് n - 1 into d ഈക്വൽ ടു ഇവിടെ n - m. ഇനി ഞാനിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്.
അപ്പോൾ d ഇൻറ്റു എം ഡി എം മൈനസ് d ഇൻറ്റു 1 d മൈനസ് d ഇൻറ്റു n ഡി എൻ മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആകും d ഇൻറ്റു 1 d ഈക്വൽ ടു n മൈനസ് എം. എനിക്കൊരു മൈനസ് ഡിയും പ്ലസ് ഡിയും കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ഡി എം മൈനസ് ഡി എൻ ഈക്വൽ ടു എൻ മൈനസ് എം. ഡി കോമൺ ആയിട്ട് എടുത്താൽ ഡി ഇൻറ്റു എം മൈനസ് എൻ ഈക്വൽ ടു എൻ മൈനസ് എം. ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആകും. ഡി ഈക്വൽ ടു എൻ മൈനസ് എം ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. ഇതിവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഒരേ ടേംസ് തന്നെയാണ്, പക്ഷെ സിമ്പല് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ എൻ മൈനസ് എം ഡിവൈഡഡ് ബൈ ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് എം പ്ലസ് എൻ എന്ന് എഴുതാം. ഈക്വൽ ടു എൻ മൈനസ് എം ഡിവൈഡഡ് ബൈ മൈനസ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എൻ മൈനസ് എം എന്ന് എഴുതാം. കട്ട് ചെയ്ത് പോകും. അപ്പോൾ മൈനസ് 1 ആണ് ഡി. ഇത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 ആണെങ്കിലും മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡിക്ക് പകരം മൈനസ് 1 എഴുതാം. ഈക്വൽ ടു എൻ എ പ്ലസ് എം ഇൻറ്റു മൈനസ് 1 മൈനസ് എം മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പോസിറ്റീവ് 1 ഈക്വൽ ടു എൻ. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എ ഈക്വൽ ടു എൻ പ്ലസ് എം മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡിയും എയും കിട്ടി. ഇനി എം പ്ലസ് nth ടേം കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു എൻ പ്ലസ് എം മൈനസ് 1 പ്ലസ് ഈ മൈനസ് 1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് എം മൈനസ് എൻ പ്ലസ് 1. ഇവിടെ എന്നും മൈനസ് എന്നും വെട്ടിപ്പോകും, എമ്മും മൈനസ് എമ്മും വെട്ടിപ്പോകും, മൈനസ് 1 പ്ലസ് 1 വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി എന്താണുള്ളത്? 0. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the ratio of sum of first m and n terms of AP is m square is to n square. Show that ratio of mth term and nth term equal to 2m minus 1 is to 2n minus 1. ഫസ്റ്റ് m ടേംസിൻ്റെ സമ്മിനെ നമുക്ക് എസ് എം എന്ന് എഴുതാം. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിനെ എസ് എൻ എന്ന് എഴുതാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് എം ടേംസ് ആൻഡ് എൻ ടേംസ് എന്ന് പറയുന്നത് എം സ്ക്വയർ ഈസ് ടു എൻ സ്ക്വയർ എന്നാണ്. ഇതിന് നമുക്ക് ഡിവിഷൻ്റെ രൂപത്തിൽ എഴുതാം. എസ് എം ഡിവൈഡഡ് ബൈ എസ് എൻ ഈക്വൽ ടു എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. എം ബൈ 2 ഇൻറ്റു 2a പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. എനിക്ക് ഒരു 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ഇവിടെ ഒരു എം ഉണ്ട്, ഈക്വലിൻ്റെ അപ്പുറത്തെ വശത്ത് എം സ്ക്വയറും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ സ്ക്വയർ കട്ട് ചെയ്ത് കളയാം. ഇവിടെയും എൻ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ഞാൻ ഒന്നുകൂടി എടുത്തെഴുതുകയാണ്. ഇംപ്ലൈസ് 2a പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി ബൈ 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എം ബൈ എൻ. ഇനി ഞാൻ എന്നിനെ ലെഫ്റ്റ് സൈഡിലേക്കും ഇതിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ ഇൻറ്റു 2a പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എം ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇനി നമുക്ക് ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എൻ ഇൻറ്റു 2a 2an പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു എൻ ഈക്വൽ ടു എം ഇൻറ്റു 2a 2am പ്ലസ് എം ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡി എം ഇൻറ്റു എൻ മൈനസ് 1 എന്നോ എൻ മൈനസ് 1 ഇൻറ്റു ഡി എം എന്നോ എഴുതാം. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2an പ്ലസ് ഡി എൻ ഇൻറ്റു എം ഡി എൻ എം മൈനസ് ഡി എൻ ഇൻറ്റു 1 ഡി എൻ ഈക്വൽ ടു 2am പ്ലസ് ഡി എം ഇൻറ്റു എൻ ഡി എം എൻ മൈനസ് ഡി എം ഇൻറ്റു 1 ഡി എം. ഇവിടെ ഒരു ഡി എൻ എം ഉണ്ട്, ഇവിടെ ഡി എം എൻ ഉണ്ട്. രണ്ടും സെയിം ടേംസ് ആണ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യാനറിയില്ലെങ്കിൽ ഇതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് മൈനസ് ഡി എൻ എം എന്നാകും. അതിനുശേഷം ഡി എം എൻ മൈനസ് ഡി എൻ എം ഈക്വൽ ടു 0 എന്നുള്ള രീതിക്കും ചെയ്യാം. അപ്പോൾ ബാക്കി എന്താണ് വന്നത്? 2an മൈനസ് ഡി എൻ ഈക്വൽ ടു 2am മൈനസ് ഡി എം
ഇതിൽ നിന്ന് നമുക്ക് ഡി കണ്ടെത്താം. അപ്പോൾ ഡി ഉള്ള ടേംസ് എല്ലാം നമ്മൾ ഒരു വശത്ത് കൊണ്ടുവരികയാണ്. ഇതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ ഡി എം മൈനസ് ഡി എൻ ഈക്വൽ ടു 2am. ഇതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും, മൈനസ് 2an. ഡി കോമൺ ആയിട്ട് എടുത്താൽ ഡി ഇൻറ്റു എം മൈനസ് എൻ ഈക്വൽ ടു, ഇവിടെ 2a കോമൺ ആയിട്ട് എടുത്താൽ 2a ഇൻറ്റു എം മൈനസ് എൻ. ഡി ഈക്വൽ ടു 2a ഇൻറ്റു എം മൈനസ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഈക്വൽ ടു 2a. ഇപ്പം നമുക്ക് ഡി കിട്ടി. ഇനി നമുക്ക് mth ടേം ആൻഡ് nth ടേമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. mth ടേം എങ്ങനെയാണ് എഴുതുന്നത്? a പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി. nth ടേം a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a പ്ലസ് എം മൈനസ് 1 ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 2a. ഇനി നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തും ചെയ്യാം, അല്ലാതെ നേരിട്ട് a കോമൺ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ a ഡയറക്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം നോക്കാം. a കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 ആണ് എഴുതേണ്ടത്. 1 പ്ലസ് ബാക്കി ഇവിടെയുള്ളത് എം മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ, ഇവിടെയും അതുപോലെ തന്നെ a ഇൻറ്റു 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 2. നമുക്ക് ഈ a കട്ട് ചെയ്ത് കളയാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 പ്ലസ് 2 ഇൻറ്റു എം 2m മൈനസ് 1 ഇൻറ്റു 2 2, താഴെയും അതുപോലെ തന്നെ ഈക്വൽ ടു 2m. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1, ഇവിടെയും 2n മൈനസ് 1. ഇൻ ആൻ AP, ഫസ്റ്റ് ടേം ഈസ് 2 ആൻഡ് sum of first 5 terms is 1/4 of next 5 terms. Show that 20th term is minus 112. അപ്പോൾ ആദ്യത്തെ 5 ടേമിൻ്റെ സം എങ്ങനെ എഴുതാം? S5 is equal to, ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു, എന്നിൻ്റെ പകരം 5 ആണ്, 5/2 ഇൻറ്റു 2a. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. 2 ഇൻറ്റു 2 4, 5 മൈനസ് 1 4, 4d. 20 പ്ലസ് 20d ബൈ 2. എങ്ങനെ എഴുതാം? 10 പ്ലസ് 10d. സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. അടുത്ത 5 ടേമുകളുടെ സം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് ഇക്വേഷൻ ഇല്ല. പകരം നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 10 ടേമുകളുടെ സം കണ്ടുപിടിക്കും. അതിൽ നിന്ന് ആദ്യത്തെ 5 ടേമുകളുടെ സം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ S10 മൈനസ് S5 ചെയ്താൽ മതി. S10 എന്ന് പറഞ്ഞാൽ 10/2 ഇൻറ്റു 2a, 2 ഇൻറ്റു 2 4 പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു d മൈനസ് S5, 10/2 5, 5 ഇൻറ്റു 4 പ്ലസ് 9d മൈനസ് S5ന് പകരം 10 പ്ലസ് 10d എന്ന് എഴുതാം. 2 ടേംസ് ഉള്ളത് കൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. 5 ഇൻറ്റു 4 20 പ്ലസ് 5 ഇൻറ്റു 9 45d മൈനസ് 10 മൈനസ് 10d. 20 മൈനസ് 10 10, 45 മൈനസ് 10 35. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു 1/4 ഓഫ് സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ് എന്നാണ്. സോൾവ് ചെയ്യാം. 4 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 40 പ്ലസ് 40d ഈക്വൽ ടു 10 പ്ലസ് 35d. 40 മൈനസ് 10 30 ഈക്വൽ ടു 35 മൈനസ് 40 മൈനസ് 5d, or d ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ മൈനസ് 5 ഈക്വൽ ടു മൈനസ് 6. ഇനി നമുക്ക് 20th ടേം കണ്ടുപിടിക്കാം. a20 ഈക്വൽ ടു a പ്ലസ് 20 മൈനസ് 1 19d. a2 ആണെന്നറിയാം. 19 ഇൻറ്റു മൈനസ് 6 ഈക്വൽ ടു 2 പ്ലസ് മൈനസ് 114. എത്രയാണ് കിട്ടുക? -112.